ഇടുക്കി നെടുങ്കണ്ടത്തെ സദ്ഭാവന മണ്ഡപത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം വഴി നടപ്പിലാക്കുന്ന പദ്ധതിക്ക് 3.5 വർഷം മുൻപാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം എന്നീ മേഖലകൾക്ക് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് PMJVK പദ്ധതി. പദ്ധതിക്കായി 2021 സെപ്റ്റംബറിലാണ് നെടുങ്കണ്ടത്ത് സദ്ഭാവന മണ്ഡപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ആദ്യ ഗഡുവായി 25 ലക്ഷം രൂപയും അനുവദിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ ആകെ ചെലവ് 1,40 ലക്ഷം രൂപയാണ്. കേന്ദ്ര വിഹിതം 60%വും സംസ്ഥാന വിഹിതം 40%വുമാണ്. ആവശ്യമായ 1/2 ഏക്കർ സ്ഥലം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് കൈമാറി. ചുറ്റുമതിൽ നിർമ്മാണത്തിനായി 28 ലക്ഷം രൂപയും വകയിരുത്തി. എന്നാൽ സദ്ഭാവന മണ്ഡപത്തിന്റെ നിർമ്മാണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല. സ്റ്റേറ്റ് നിർമ്മിതിയാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. നാളെ ഇതുവരെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര സംസ്ഥാന പദ്ധതിയാണ്. 1,40,00,000 രൂപയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 60%വും അതുപോലെ തന്നെ സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് 40%. 1000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഓഡിറ്റോറിയമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കേണ്ടത്. യുവജനങ്ങളുടെ കലാകായിക ശേഷിയെ പ്രോത്സാഹിപ്പിക്കാനും പദ്ധതി വഴി ലക്ഷ്യമിടുന്നുണ്ട്. നിർമ്മാണത്തിനിടെ ഉണ്ടായ അപ്രതീക്ഷിത ചെലവുകൾ മൂലം നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം പദ്ധതി പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാണ് കരാറുകാരന്റെ നിലപാട്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്ന് കളക്ടർ V. വിഘ്നേശ്വരി സ്ഥലം സന്ദർശിച്ച് നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.